നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവസാന ഘട്ടവും പൂർത്തിയായി കഴിയുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ കാത്തിരിക്കുന്നത് വൻ പെട്രോൾ വില വർധനവോ. പെട്രോളിനും ഡീസലിനും 1-2 രൂപയല്ല, 25 മുതൽ 28 രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വെറുതെ ചില കെട്ടുകഥകളല്ല. പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ, സാമ്പത്തിക വിശകലന ഏജൻസികളടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ട് തുടങ്ങിയിരിക്കുന്നു. അതായത് സാമ്പത്തിക വിശകലന ഏജൻസിയായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എണ്ണവില, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റീറ്റെയിൽ വിലയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ രീതിയിൽ കുതിച്ചുയരുകയാണ്. $100 കടന്ന്, ഒരു ബാരലിന് $100 കടന്ന് $120-130 അന്താരാഷ്ട്ര എണ്ണവില ഉടനെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിലയിൽ ഇത്ര വലിയ വിലക്കയറ്റം ഉണ്ടായിട്ടും ഇന്ത്യക്ക് റീറ്റെയിൽ പ്രൈസിൽ ഇതുവരെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടില്ല. എങ്കിലും ചില എക്സൈസ് ഡ്യൂട്ടികളിലും മറ്റും വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 10 രൂപ വരെയാണ് ലിറ്ററിന് പെട്രോളിനും ഡീസലിനും എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഡീസലിൻ്റെ എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായും എടുത്തു കളഞ്ഞു. ഇത് എണ്ണ കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരം നടപടികൾ അപര്യാപ്തമാകുമെന്നും ഈ റീറ്റെയിൽ വില വർധനവ് ഇതുവരെ വരുത്താത്തത് എണ്ണ കമ്പനികളെ വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചുവെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വലിയ കുറവ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. 13% വരെ എണ്ണ ഇറക്കുമതിയിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ. എന്നാൽ എണ്ണ ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ അന്താരാഷ്ട്ര വില വർദ്ധിക്കുന്നത് കാരണം എണ്ണ ഇറക്കുമതിയുടെ ചെലവ് ഏതാണ്ട് 190 മുതൽ 210 ദശലക്ഷം ഡോളർ വരെ പ്രതിദിനം വർദ്ധിച്ചിരിക്കുകയാണ്. മാത്രമല്ല 270 ബില്യൺ രൂപയുടെ നഷ്ടം ഇന്ത്യയുടെ എണ്ണ കമ്പനികൾക്ക് പ്രതിമാസം ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എണ്ണവില വർദ്ധിപ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന സ്ഥിതി രാജ്യത്തുണ്ട് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. എക്സൈസ് ഡ്യൂട്ടികൾ കുറച്ചിരിക്കുന്നത്, അതായത് 270 ബില്യൺ ഡോളറിൻ്റെ നഷ്ടം എണ്ണ കമ്പനികൾ പ്രതിമാസം ചുമക്കുമ്പോൾ ലിറ്ററിന് 10 രൂപ എക്സൈസ് ഡ്യൂട്ടി കുറച്ചതുകൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല എന്ന് കണക്കുകൾ സഹിതം ഈ റിപ്പോർട്ട് എടുത്തു പറയുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ വാദങ്ങളെയെല്ലാം തള്ളുകയാണ്. രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരമുണ്ടെന്നും എണ്ണവില വർധനവ് ഇപ്പോൾ രാജ്യത്തെ ഏതായാലും ബാധിക്കില്ലെന്നും പെട്രോൾ വില വർധനവ് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയിലില്ല എന്നുമാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വിവിധ മന്ത്രാലയങ്ങളും ആണയിട്ട് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വലിയ വിഷയങ്ങളുണ്ടെന്നും ഈ വിഷയങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ ഈ സാമ്പത്തിക വിശകലന ഏജൻസി, കോട്ടക്കിൻ്റെ സാമ്പത്തിക വിശകലന ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും കേന്ദ്ര സർക്കാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയാൻ കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ വില വർധനവ് നടപ്പാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വില വർധനവ് ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിവച്ചിരിക്കുക മാത്രമാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 28 രൂപ ലിറ്ററിന് എന്നത് വലിയ ഒരു വില വർധനവാണ്. ഈ വില വർധനവ് ഘട്ടം ഘട്ടമായി നടപ്പാക്കിയേക്കും കേന്ദ്ര സർക്കാർ എന്ന സൂചനയാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് ചുറ്റുമുള്ള നിരവധി രാജ്യങ്ങൾ വലിയ വില വർധനവ്, ഏതാണ്ട് 200-300% വരെ വില വർധനവ് ഈ യുദ്ധകാലത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമെല്ലാം പെട്രോൾ വില വർധനവ് കുതിച്ചു കയറുകയാണ്. ഈ വില വർധനവിനനുസരിച്ച് സാധാരണ ഉൽപ്പന്നങ്ങളുടെ വില വർധനവും നടക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാക്കിയിട്ടുണ്ട്. എന്നാൽ ഭാരതത്തിൽ ഇതുവരെ പെട്രോളിന് വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. നയാര പോലെയുള്ള ചില സ്വകാര്യ പെട്രോളിയം കമ്പനികളാണ് വില വർധനവ് വരുത്തിയിട്ടുള്ളത്. പക്ഷേ മറ്റു ചില സ്വകാര്യ കമ്പനികൾ, റിലയൻസ് പോലെയുള്ള സ്വകാര്യ കമ്പനികളോ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളോ പൊതുമേഖലാ എണ്ണ കമ്പനികളോ ഇതുവരെ പെട്രോൾ വില വർദ്ധിപ്പിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കാരണമാണ് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും അതുപോലെ തന്നെ അസമിലും പശ്ചിമ ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലും അസമിലും അതുപോലെ
അതുപോലെ തന്നെ പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് പോളിംഗ് നടക്കുകയാണ്. പശ്ചിമ ബംഗാളിൻ്റെ 152 മണ്ഡലങ്ങളിലും ഇന്ന് പോളിംഗ് നടക്കുകയാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് 29-ന് നടക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിലവർധനവ് ഉണ്ടാകൂ എന്നതാണ് സൂചന. അതായത് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാളിൽ BJP ഭരണം പിടിക്കും എന്ന ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. തമിഴ്നാട്ടിലും പാർട്ടി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അസമിൽ വീണ്ടും തുടർഭരണം BJP ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും എണ്ണവില ഉയർത്താതെ പിടിച്ചു നിൽക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. മാത്രമല്ല എണ്ണവില ഉയർന്നേക്കുമെന്നുള്ള ഒരു സൂചനയും കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ നൽകുന്നില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ വിലവർധനവ്, വൻതോതിലുള്ള വിലവർധനവ് വന്നേക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വിവിധ ഏജൻസികൾ, കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പോലെയുള്ള ഏജൻസികൾ പുറത്തുവിടുന്ന റിപ്പോർട്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് തള്ളുകയാണ്. പക്ഷേ പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. 22-ാം തീയതി വരെയാണ് വെടിനിർത്തൽ, അതായത് കഴിഞ്ഞ ദിവസം വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ആശ്വാസം എന്ന രീതിയിൽ വെടിനിർത്തൽ അമേരിക്ക നീട്ടിയിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്ത് ഇറാൻ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത്. മാത്രമല്ല യുദ്ധം നടക്കുന്നില്ല എങ്കിലും ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. യുദ്ധം നടക്കുന്നില്ല, പക്ഷേ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുന്നു. ഇറാൻ ഒരു കപ്പലുകളെയും ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. ഇന്ത്യൻ കപ്പലുകളെ പോലും, സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾ, ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടും എന്ന് നേരത്തെ നിലപാടെടുത്തിരുന്ന ഇറാൻ ഇപ്പോൾ ഇന്ത്യൻ കപ്പലുകളെ പോലും ആക്രമിക്കുകയാണ്. മാത്രമല്ല ഒരു ഇന്ത്യൻ കപ്പൽ ഉൾപ്പെടെ ഏതാനും കപ്പലുകളെ കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വലിയ പ്രതിസന്ധി പശ്ചിമേഷ്യയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ ലോകത്തിൻ്റെ എണ്ണ ഗതാഗതത്തിൻ്റെ ഏതാണ്ട് 20% വരെ തടസ്സപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വൈവിധ്യങ്ങളുണ്ട്. റഷ്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ കഴിയും. പക്ഷേ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണയുടെ വിപണനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ലോകം മുഴുവൻ എണ്ണവില വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇതാണ് എണ്ണവില വർദ്ധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇന്ത്യക്ക് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. ഹോർമൂസിലൂടെ അല്ലാതെ തന്നെ ഇന്ത്യക്ക് ആവശ്യമായ എണ്ണ ഇറക്കുമതി നടത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. 70% റഷ്യയിൽ നിന്നാണ്. അങ്കോള ഉൾപ്പെടെയുള്ള പുതിയ മാർക്കറ്റുകൾ ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എണ്ണവില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ LPGയുടെ വിഷയത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന് ആശങ്കയുണ്ട്. പക്ഷേ അമേരിക്കയിൽ നിന്നടക്കം പടുകൂറ്റൻ കപ്പലുകൾ LPGയുമായി ഇന്ത്യൻ തുറമുഖത്ത് എത്തുന്നത് ഒരു പ്രത്യാശ നൽകുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ വാദമാണോ ഇന്ന് പുറത്തിറങ്ങിയ ഇത്തരം റിപ്പോർട്ടുകളാണോ യാഥാർത്ഥ്യമാവുക എന്ന് കണ്ടു തന്നെ അറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയെയാണ് ഇന്ന് കോട്ടക്കിൻ്റെ ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആ പ്രതിസന്ധിയെ മറികടക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുകയുമാണ്.